ഈ പാട്ട് മാതാവ് എനിക്ക് തന്നതാണ്. ഒരു ദിവസം ഞാനിതുപോലെ ജപമാല ചൊല്ലാൻ വേണ്ടിയിട്ട് വേളാങ്കണ്ണി ചാപ്പലിൽ വന്നു. വേളാങ്കണ്ണി ചാപ്പലിലിരുന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുക. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ പറയുകയാണ്, ഒരു കടലാസ് എടുക്കുക. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ അവിടെയൊക്കെ കടലാസ് നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല. അവിടെ ഒരു മെഴുകുതിരി കവറെടുത്ത് അതിൻ്റെ കടലാസ് എടുത്ത് ഞാൻ ഇരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ പറയുകയായിരുന്നു, എഴുതിക്കോ. പക്ഷെ അപ്പോഴും എനിക്കൊന്നും മനസ്സിലായി. പക്ഷേ ഞാൻ ആ പേപ്പറിൽ പേന കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഇങ്ങനെ എഴുതി എഴുതി വരികയായിരുന്നു. അതിങ്ങനെയായിരുന്നു, ഈശോ നൽകിയൊരമ്മ, എനിക്കായി നൽകിയൊരമ്മ. അങ്ങനെ ഞാൻ എഴുതി എഴുതി ഇത് ഇത്രത്തോളം എഴുതി തീർത്തു. ഈ ഒരു പാട്ട്, ഈ പാട്ടിലൂടെയൊക്കെ പറയുന്നത് പരിശുദ്ധ അമ്മയുടെ കൂടെ നമ്മളിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് സംരക്ഷണമാണ്, പരിശുദ്ധ അമ്മ വലിയൊരു സാന്ത്വനമാണ്, കരുതലാണ്, എന്നും വഴി നടത്തുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ, ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഇരിക്കുകയാണ്. പരിശുദ്ധ അമ്മ നമ്മൾ ജപമാല ചൊല്ലി അമ്മയോടൊപ്പമായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് കരുതലായി മാറുകയാണ്. എൻ്റെ പേര് ഇമ്മാനുവൽ ജയകുമാർ എന്നാണ്. ഞാൻ എറണാകുളം ജില്ലയിൽ ചെല്ലാനം എന്ന് പറയുന്ന ഒരു കടലോര പ്രദേശത്താണ് താമസിക്കുന്നത്. എൻ്റെ ഇടവക മറുവാക്കാട് ലിറ്റിൽ ഫ്ലവർ ഇടവകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഒരുപാട് ദൈവാനുഗ്രഹങ്ങളുടെ കടന്നു പോകാൻ ഇടവന്നിട്ടുണ്ട്. അത്തരത്തിൽ ജപമാല ചൊല്ലുമ്പോൾ ഏറ്റവും വലിയ ഒരു ശക്തിയേറിയ വലിയ ദൈവാനുഭവത്തിലൂടെ കടന്നുപോയ കുറച്ച് ദൈവാനുഭവങ്ങളാണ് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. കുഞ്ഞുനാൾ തന്നെ പരിശുദ്ധ അമ്മയോട് വലിയൊരു ഇഷ്ടം എനിക്കുണ്ടായിരുന്നു. ആ ഇഷ്ടം വർദ്ധിക്കാൻ കാരണമെന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ എൻ്റെ നാട്ടിലൊക്കെ ഈ ജപമാല മാസമാകുമ്പോൾ അല്ലെങ്കിൽ മെയ് മാസമാകുമ്പോൾ രാത്രി കാലങ്ങളിൽ ജാഗരണ പ്രാർത്ഥന ഉണ്ടാകുമായിരുന്നു. അത് പരിശുദ്ധ അമ്മയുടെ രൂപമൊക്കെ വെച്ച് വലിയ പന്തലൊക്കെ ഇട്ട് ആ നാട്ടിലെ മുഴുവൻ വിശ്വാസികളും, ചിലപ്പോൾ അക്രൈസ്തവർ തന്നെ ഉണ്ട്, എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നൊരു പതിവ്. അപ്പോൾ എല്ലാ വീടുകളിൽ നിന്നും അപ്പനും അമ്മയും അല്ലെങ്കിൽ വല്യപ്പച്ചന്മാർ വല്യമ്മച്ചമാർ എല്ലാ മക്കളും എല്ലാവരും കൂടിയാണ് വരുന്നത്. ശരിക്കും ഞങ്ങളെയൊക്കെ വന്ന കൂട്ടുകാരൊക്കെ വന്ന് വിളിക്കും. ചിലപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊക്കെയാണ് ഈ പന്തലിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും അവിടെ പോയിരിക്കും, കൂട്ടുകാർ വന്ന് വിളിക്കും. അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല. ശരിക്കും അവരെങ്ങനെയാണ് എന്താണ് പ്രാർത്ഥിക്കുന്നത് ഒന്നും അറിയത്തില്ല. നന്മ നിറഞ്ഞ മറിയമൊക്കെ ചൊല്ലുന്നുണ്ട്, അവർ കൊന്ത പിടിച്ചിട്ടുണ്ട്. അത് എങ്ങനെ പിടിക്കണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കൂട്ടുകാരൊക്കെ എൻ്റെ കയ്യിലേക്ക് കൊന്ത തരും. എന്നിട്ട് ഞാൻ ഇടയ്ക്ക് അവർ നോക്കും അവരെന്താണ് ചെയ്യുന്നത്. അപ്പോൾ അവരിങ്ങനെ മണിയൊക്കെ ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും അതുപോലെ ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കും. അത് എന്താണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അങ്ങനെ ആ രാത്രി കാലങ്ങളിൽ അവരുടെ കൂടെ ഇരുന്ന് ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന അറിയത്തില്ലെങ്കിലും അറിയാത്തതുപോലെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ എന്തോ വല്ലാത്തൊരനുഭവം എനിക്ക് ആ കുഞ്ഞുനാൾ തന്നെ കിട്ടുമായിരുന്നു. കാരണം അങ്ങനെ ആ രാത്രി കാലങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് മുമ്പിൽ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും ഒരു അമ്മയുടെ കൂടെ ഇരിക്കുന്ന ഒരു അനുഭവമായിരുന്നു, അമ്മയോട് ചേർന്നിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു. എന്തോ ഒരു പ്രത്യേക ഒരു സ്നേഹത്തിൻ്റെ ഒരു നിറവ് അവിടെയായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുമായിരുന്നു. ശരിക്കും അതാണ് എൻ്റെ ആദ്യത്തെ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാൻ ഞാൻ പരിശീലിച്ചത് അന്ന് മുതലാണ്. കാരണം അന്ന് അവിടെ ഇരിക്കുമ്പോൾ ശരിക്കും എൻ്റെ അമ്മയെ സ്നേഹിക്കുന്ന പോലെ, എൻ്റെ പെറ്റമ്മയെ സ്നേഹിക്കുന്ന പോലെ ആ അമ്മയെ സ്നേഹിക്കാൻ ഞാൻ പരിശീലിക്കുകയായിരുന്നു. കാരണം അത് എനിക്ക് ലഭിച്ചത് ആ ജപമാല ചൊല്ലി തുടങ്ങിയപ്പോൾ. അന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊന്നും അറിയത്തില്ല, എന്താണ് ജപമാലയെന്നോ അത് എങ്ങനെ ചൊല്ലണമെന്നോ എനിക്കറിയത്തില്ല. പക്ഷെ ആ കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ശരിക്ക് ആ ജപമാലയിലൂടെ തന്നെ വലിയൊരു ശക്തി, പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെങ്കിൽ തന്നെയും വലിയൊരു ശക്തി എന്നിലേക്ക് ഇറങ്ങി വരുന്നതൊക്കെ ഞാൻ അനുഭവിച്ചറിയുകയാണ് ശരിക്കും പറഞ്ഞാൽ.
കുഞ്ഞുനാളിൽ മാതാവിനോട് കൂടുതൽ സ്നേഹമായി കഴിഞ്ഞപ്പോൾ വീണ്ടും മാതാവിനെ കൂടുതൽ അടുത്തറിഞ്ഞത് ഈ ചെല്ലാനത്തെ വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു ചാപ്പലായിരുന്നു. അപ്പോൾ ഈ കാണുന്നത് പുതിയൊരു ദേവാലയമാണ്. ഈ ദേവാലയത്തിന് മുൻപ് ചെറിയൊരു ചാപ്പൽ, പഴയ കാലത്ത് ചെറിയൊരു ചാപ്പൽ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചാപ്പലിൽ എല്ലാ ദിവസവും തന്നെ ഞാൻ വന്ന് ജപമാല എത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. കുട്ടിക്കാലത്ത് ഒത്തിരി ദൂരമുണ്ട് എൻ്റെ വീട്. ചിലപ്പോഴൊക്കെ നടന്നു വരുമായിരുന്നു, ചിലപ്പോൾ സൈക്കിളിന് വരുമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട്, കാരണം ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും ഞാൻ ഏറ്റവും അധികം ഓടി വരുന്നത് ഈ വേളാങ്കണ്ണി മാതാവിൻ്റെ ചാപ്പലിലേക്ക്. ഈ ചാപ്പലിൽ വന്നിരുന്ന് ജപമാല എത്തിക്കുമ്പോൾ, കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ വലിയ ഒരു ആശ്വാസം ലഭിക്കുമായിരുന്നു. എത്ര പ്രതികൂലമായ അവസ്ഥയായിക്കോട്ടെ, എത്ര നിരാശയായിക്കോട്ടെ, എത്ര സങ്കടങ്ങളായിക്കോട്ടെ, പക്ഷേ ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുവാൻ പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഇതുപോലെ ഈ വേളാങ്കണ്ണി മാതാവിൻ്റെ ചാപ്പലിലിരുന്നു കൊണ്ട് ജപമാല എത്തിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ജപമാല എത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാനൊരു ദർശനം കാണുക. കണ്ണ് തുറന്നു തന്നെ ആയിരിക്കുന്നത്. പക്ഷേ ഞാൻ കണ്ട ദർശനം ഇങ്ങനെയാണ്: ഈശോ ഒരു സാധാരണക്കാരൻ്റെ വേഷത്തിൽ ഒരു കട്ടിൽ കിടന്നുറങ്ങുകയാണ്. ഈ കട്ടിൽ കിടന്ന് ഈശോ ഉറങ്ങുന്ന സമയത്ത് പരിശുദ്ധ അമ്മ ഒരു കപ്പ് ചായയുമായിട്ട് ഈശോയുടെ അരികിലേക്ക് വരിക. എന്നിട്ട് ഈശോയെ വിളിച്ചുണർത്തുക, മോനെ എഴുന്നേൽക്കെന്ന് പറഞ്ഞ് ഉണർത്തുക. പക്ഷേ ഈശോ എഴുന്നേൽക്കുന്നില്ല. പക്ഷേ അമ്മ വാശി പിടിച്ച് ഈശോയെ എഴുന്നേൽപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നത് കാണുന്നുണ്ട്. പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ രാത്രിയിൽ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഈശോ എന്നോട് സംസാരിക്കുകയായിരുന്നു. മോനെ, ഞാൻ നിനക്കൊരു സന്ദേശം നൽകിയായിരുന്നു, നീ മനസ്സിലാക്കിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല ഈശോയെ. അപ്പോൾ ഈശോ പറഞ്ഞൊരു കാര്യം ഇതാണ്: നിൻ്റെ ജീവിതത്തിൽ ഈശോയായ ഞാൻ ഉറങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ, അതായത് നിനക്ക് നിൻ്റെ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ, ഒത്തിരി പ്രതികൂലമായ അവസ്ഥകൾ വരുമ്പോൾ, നിൻ്റെ ജീവിതത്തിലേക്ക് പുതിയൊരു ഈശോ അനുഭവം, ദൈവാനുഭവം നൽകുവാനായിട്ട് സഹായിക്കുന്ന ഏക വ്യക്തി അത് എൻ്റെ അമ്മയാണ്. അതുകൊണ്ട് നീ എൻ്റെ അമ്മയോട് ചേർന്നിരുന്ന് കൂടുതൽ നന്നായിട്ട് പ്രാർത്ഥിക്കണം. അന്ന് മുതലാണ് പിന്നെ ഒറ്റ ദിവസം പോലും ഞാൻ ഈ ദേവാലയത്തിൽ വരുന്നത് മുടക്കിയിട്ടില്ല. എല്ലാ ദിവസവും സമയം കിട്ടുമ്പോഴൊക്കെ, ചിലപ്പോൾ ആദ്യ കാലങ്ങളൊക്കെ ഞാൻ ജോലിക്ക് പോകുമായിരുന്നു, പിന്നീട് മുഴുവൻ സമയം ശുശ്രൂഷയിലായിരുന്നു. പക്ഷേ എപ്പോഴൊക്കെ സമയം കിട്ടുന്നുവോ, ഈ ചെല്ലാനത്തുണ്ടോ, അപ്പോഴൊക്കെ ഈ വേളാങ്കണ്ണി മാതാവിൻ്റെ ചാപ്പലിലേക്ക് ഞാൻ ഓടിയെത്തും. ഈ ചാപ്പലിൽ വന്നിരുന്ന് ജപമാല കയ്യിലേന്തി എൻ്റെ ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, ഏതവസ്ഥയായിക്കോട്ടെ, പക്ഷേ ജപമാല കയ്യിലേന്തി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, ഈ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ അവിടെയൊക്കെ ഒരു ആശ്വാസത്തിൻ്റെ, അല്ലെങ്കിൽ അവിടെയൊക്കെ ഒരു കരുതലിൻ്റെ അനുഭവം എന്നും എനിക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. എപ്പോഴൊക്കെ ഈ മാതാവിലേക്ക് നോക്കുന്നുവോ അപ്പോഴൊക്കെ ഒരു മാതൃസ്നേഹത്തോടെ തിരിച്ചു നോക്കുന്ന ഒരമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, എപ്പോഴും അമ്മയുടെ കൂടെ ആയിരിക്കുക, അമ്മയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ എവിടെയായിരുന്നാലും പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചോ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം അസ്വസ്ഥതകളുണ്ടോ, എന്തെല്ലാം പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ടോ, രോഗപീഠകളുണ്ടോ, പക്ഷെ അവിടെയൊക്കെ പരിശുദ്ധ അമ്മയോടൊപ്പം അമ്മയുടെ കൂടെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ അമ്മ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്നത്, നമ്മെ കൈപിടിച്ചുയർത്തുന്നത്, നമ്മെ ചേർത്ത് പിടിക്കുന്നത്, ആ ഒരു അനുഭവം നമുക്കെന്നും ഉണ്ടായിരിക്കും. ഇതുപോലെ വലിയ കൊന്തകൾ ദേവാലയങ്ങളിൽ കിടക്കുന്നത് കാണുമ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇത്തരത്തിലൊരു ജപമാല എൻ്റെ വീട്ടിലും കൊണ്ടുവന്ന് ഇടണമെന്ന്, ഇതുപോലെ വലിയൊരു കൊന്ത. പക്ഷേ എൻ്റെ ആഗ്രഹം മാത്രമായിരുന്നു. കാരണം ഞാൻ അന്ന് ധരിച്ചിരുന്നത് ഇതിനൊക്കെ ഒത്തിരി വലിയ തുകയാകും എന്നൊക്കെ ഞാൻ കരുതിയത്. ഒരു ദിവസം ഇങ്ങനെ കോട്ടയം ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുക. ധ്യാനം കഴിഞ്ഞപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെടുക. ആ പരിചയപ്പെടുന്ന സമയത്ത് ഒരു സിസ്റ്റർ എൻ്റെ അടുക്ക് വന്ന് എൻ്റെ പേരൊക്കെ ചോദിച്ചു, നാടൊക്കെ ചോദിച്ചു. അതിനുശേഷം സിസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്: മോനെ, നിനക്ക് എൻ്റെ കൂടെ ഞങ്ങളെ കോൺവെൻറ്റിലേക്കൊന്ന് വരാമെന്ന് ചോദിച്ചു. ഞാൻ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അത് അവിടെ വരുമ്പോൾ പറയാം എന്ന് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വഴിയൊന്നും അറിയത്തില്ല,
എനിക്ക് ബസ്സിന് പോകാനുള്ളതാണ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഞങ്ങൾക്ക് കാറുണ്ട്, കാറിന് കോൺവെൻറ്റ് വരാം, എന്നിട്ട് അവിടെ നിന്ന് ബസ് കയറ്റി വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ സിസ്റ്ററിൻ്റെ കൂടെ കോൺവെൻറ്റിലേക്ക് ചെന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ എല്ലാ സിസ്റ്റേഴ്സും കൂടി ഞങ്ങളെ സ്വീകരിച്ചു, എൻ്റെ കാപ്പിയൊക്കെ തന്നു. കാപ്പി കൂടി കഴിഞ്ഞപ്പോൾ സിസ്റ്റർ ഒരു പൊതിയുമായിട്ട് എൻ്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് എൻ്റെ മുമ്പിൽ വെച്ച് ഈ പൊതി കഴിച്ചു. പൊതി കഴിച്ചിട്ട് സിസ്റ്റർ പറയുകയാണ്, ഞാൻ വിദേശത്ത് വന്നപ്പോൾ കൊണ്ടുവന്ന ഒരു ജപമാലയാണ്. അപ്പോൾ ഇത് ആർക്ക് കൊടുക്കണമെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ധ്യാനത്തിനിടയിൽ പലപ്പോഴും ബ്രദറിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴൊക്കെ ഈശോ എൻ്റെ മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു, ഈ ജപമാല ആ മോന് കൊടുക്കണം. അതുകൊണ്ടാണ് മോനെ ഈ എൻ്റെ കോൺവെൻറ്റിലേക്ക് ഞാൻ വിളിച്ചത്. എനിക്ക് അത്ഭുതമായി പോയി. കാരണം ഞാൻ കുറേ നാളുകളായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ച ഒരു ആഗ്രഹമായിരുന്നു. കാരണം ഇത്തരത്തിലൊരു ജപമാല എൻ്റെ വീട്ടിലും വേണം, വലിയൊരു കൊന്ത എൻ്റെ വീടിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഇടണം. ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാനിത് പറയുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിലായിക്കോട്ടെ, ഭൗതിക ജീവിതത്തിലായിക്കോട്ടെ, നമ്മൾ എന്താഗ്രഹിച്ചാലും അത് പരിശുദ്ധ അമ്മയിലൂടെ ഈശോ നൽകുന്നത് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെയാണ് ഞാനൊരിക്കൽ 10ാം ക്ലാസ്സുകാരെ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുക. ഈ ധ്യാനം നടത്തുന്ന സമയത്ത് അവിടുത്തെ ഒരു ഫോറിൻ കോൺഗ്രേഷൻ കോൺവെൻ്റാണ്. അവിടെ സുപ്പീരിയർ ആയിട്ടുള്ളത് ഒരു ഫോറിൻ സിസ്റ്ററാണ്. അപ്പോൾ ഈ ധ്യാനം കഴിഞ്ഞപ്പോൾ ഈ സിസ്റ്റർ എൻ്റെ അടുക്ക് വന്നിട്ട് ഒരു ഫാത്തിമ മാതാവിൻ്റെ രൂപം തന്നിട്ട് പറയുകയാണ്, ഇത് ഈ കോൺവെൻറ്റിൽ വെച്ച് ധ്യാനം നടത്തിയതിന് ഞാൻ ബ്രദറിന് തരുന്ന സമ്മാനമാണ്. അപ്പോൾ അത് വളരെ സന്തോഷത്തോടെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ തന്നെയാണ് മെജുഗുറിയിൽ പോയി വന്ന ഒരു ഫാമിലി എനിക്ക് അവിടെ നിന്ന് ഒരു മാതാവിൻ്റെ രൂപം കൊണ്ടുവന്നു. ഞാനിതെല്ലാം പറയാൻ കാരണം പരിശുദ്ധ അമ്മയെ നമ്മൾ എങ്ങനെയെല്ലാം സ്നേഹിക്കുന്നുവോ പരിശുദ്ധ അമ്മ ഒരുപാട് നമ്മളിലേക്ക് അടുത്ത് വന്നുകൊണ്ടിരിക്കും. അതാണ് ഏറ്റവും അധികം അമ്മയെ സ്നേഹിക്കുക. അമ്മയെ സ്നേഹിച്ച് നമ്മൾ ജീവിക്കുക. തീർച്ചയായിട്ടും അമ്മയിലൂടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്നത് കാണാൻ സാധിക്കും. അമ്മ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവിടെയൊക്കെ വലിയൊരു നിറവ്, വലിയൊരു അനുഗ്രഹം, വലിയൊരു കൃപ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കുടുംബത്തിൽ വസിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും. യുദ്ധക്കളത്തിൽ എപ്പോഴും യോദ്ധാക്കൾക്ക് ആയുധങ്ങളുണ്ടാകും, ശത്രുവിനെതിരെ പടവെട്ടാനായിട്ട്. അതുപോലെ തന്നെ ശത്രുവിൽ നിന്ന് വരുന്ന എല്ലാ ആക്രമണങ്ങളെയും തടയാനായിട്ട് ഒരു പരിചയമുണ്ടാകും. ഇതുപോലെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ശത്രുവിനെതിരെ പോരാടാനായിട്ട്, ശത്രു എന്ന് പറയുമ്പോൾ പിശാചാണ്, ഈ പിശാചിനെതിരെ പോരാടാനായിട്ട് നമുക്ക് എപ്പോഴും നല്ല ആയുധമാണ് വചനം. എങ്കിൽ ശത്രുവിൽ നിന്ന് വരുന്ന എല്ലാ ആക്രമണങ്ങളെയും തടയാനായിട്ടുള്ള പരിചയമാണ് ജപമാല. ജപമാല നമ്മുടെ കയ്യിലുണ്ടോ ഏറ്റവും വലിയ ശക്തിയായിരിക്കും. ജപമാല ചൊല്ലുന്ന ഒരു വ്യക്തിയും അല്ലെങ്കിൽ ഒരു കുടുംബവും തകർന്നു പോകത്തില്ല. എൻ്റെ ജീവിതത്തിലും ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോഴൊക്കെ സംഭവിച്ചിട്ടുണ്ട്. 1-2 അനുഭവങ്ങൾ ഞാൻ പങ്കുവയ്ക്കുകയാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായിട്ടും ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു. അപ്പോൾ സാധാരണ നമ്മുടെ നാട്ടുനടപ്പാണ്, കല്യാണം കഴിഞ്ഞ് 1-2 മാസം കഴിയുമ്പോൾ തന്നെ ചോദിക്കും, വിശേഷം ഫലമായോ. ഇതെല്ലാവരും അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങൾക്ക് മക്കളില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഭാര്യ ഗർഭിണിയായി. പക്ഷേ അത് ഒരു മുന്തിരിക്കൊലയായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് ഏറെ വിഷമമായി. അങ്ങനെ ഇത്രത്തോളം നാളുകൾ കടന്നു പോകുമ്പോൾ വിഷമം ഏറിക്കൊണ്ടിരിക്കുക. അതിനുശേഷമാണ് ഞങ്ങൾ ഈ വേളാങ്കണ്ണി മാതാവിൻ്റെ ചാപ്പലിൽ വന്ന് 2 പേരും കൂടി ജപമാലയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വീട്ടിലായിരിക്കുമ്പോഴും പരിശുദ്ധ അമ്മയോട് ജപമാലയിൽ പ്രാർത്ഥിക്കുക. ഈ ജപമാല ചൊല്ലുമ്പോഴൊക്കെയും ഞങ്ങൾ പരിശുദ്ധ അമ്മയോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ വേണം, ഞങ്ങൾക്ക് മക്കളെ വേണം. ഈ പ്രാർത്ഥന കണ്ടിന്യൂസ് ആയിട്ട് ഈ കുഞ്ഞ് എന്ന് പറയുന്ന സ്വപ്നം വെച്ച് ഞങ്ങൾ ജപമാലയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലമുണ്ടായി. കാരണം ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയ ഒരു അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നത്, ഒരു കുഞ്ഞ് എൻ്റെ ഭാര്യയുടെ വയറ്റിൽ ഉണ്ടായി എന്നറിഞ്ഞതാണ്. കാരണം ശരിക്കും ഒരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു ആ ഒരു സമയത്ത്. കാരണം ഡോക്ടർമാർ ഒന്നും പറയുന്നില്ല,
നാട്ടുകാരെ കളിയാക്കലുകൾ, അങ്ങനെ എല്ലാം ഏറ്റുകൊണ്ട് നടക്കുന്ന സമയം. പക്ഷേ ദൈവം പരിശുദ്ധ അമ്മയിലൂടെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് നൽകി. അത് ഞങ്ങളുടെ ആദ്യത്തെ മോള് ആൻമരിയ എന്നും ഞങ്ങൾ പേര് വിട്ടു. ഇതുപോലെ തന്നെ കഴിഞ്ഞ 2 മാസം മുമ്പ് ഞങ്ങളുടെ ജീവിതത്തിലുണ്ട വലിയൊരു അത്ഭുതമുണ്ട്. അതായത് ഞാനിങ്ങനെ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ചേട്ടനുണ്ട്, ഈ ചേട്ടന് അസുഖമായി, തലവേദനയായി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്, ചേട്ടൻ പ്രാർത്ഥിച്ചേക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചേക്കാം. പക്ഷേ രാത്രി ആയപ്പോൾ എൻ്റെ അനിയൻ വിളിച്ചിട്ട് പറയുകയാണ്, ഇവിടെ ചേട്ടാ താൻ എവിടെയായിരുന്നാലും എത്രയും പെട്ടെന്ന് പോരുക, കാരണം നമ്മുടെ മൂത്ത ചേട്ടൻ പോയിക്കൊണ്ടിരിക്കുക, കാരണം ആൾ പ്രഷർ അടിച്ച് താഴെ വീണു, തലയിലെ ഞരമ്പെല്ലാം പൊട്ടിപ്പോയി. ഇപ്പോൾ ഡോക്ടർമാർ 99% ആൾ മരണത്തിലേക്ക് പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സാധ്യതയുമില്ല. അനിയനിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഇത്രയും ദൂരെയാണ്, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ആ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പാക്ക് ചെയ്ത് ഞാൻ പോരുകയാണ്. അവിടെയുള്ള ടീം അംഗങ്ങൾ അവർ ബസ് കയറ്റി വിട്ടു. ബസ് കയറിയപ്പോൾ തൊട്ട് ഞാൻ ചെയ്ത ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നെയ്യാറ്റിൻകരയിൽ നിന്ന് ഇവിടെ ചേർത്തല വരെ എത്തുന്ന സമയത്ത് കണ്ടിന്യൂസ് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ജപമാല ചൊല്ലുമ്പോഴൊക്കെയും കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ 3 ആൺമക്കൾ, എൻ്റെ മൂത്ത ചേട്ടൻ. അപ്പോൾ അനിയൻ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് മൂത്ത ചേട്ടൻ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത സങ്കടം. കാരണം എന്താണെന്നറിയില്ല, കണ്ണിങ്ങനെ നിറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക, ഒഴുകിക്കൊണ്ട് തന്നെ ഇരിക്കുക. പക്ഷേ ശക്തമായിട്ട് ആ കൊന്തമണിയിൽ പിടിച്ച് ഇങ്ങനെ ജപമാല ചൊല്ലി ചേട്ടനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഉള്ള എല്ലാ വൈദികരോടും സിസ്റ്റേഴ്സിനോടൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ജപമാല ചൊല്ലുമ്പോൾ എൻ്റെ ചേട്ടനെയും കുറിച്ച് ഓർത്തേക്കണേ, കാരണം ചേട്ടൻ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ അടുത്തിരിക്കുന്നവരൊക്കെ നോക്കുന്നുണ്ട്, എൻ്റെ ജപമാലയിലേക്ക് നോക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ആരെയും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഞാനിങ്ങനെ ജപമാല ചൊല്ലുക. അടുത്തിരിക്കുന്നവർ നോക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നതും കാണുന്നുണ്ട്. അവർ വളരെ ആകാംക്ഷയോടെ നോക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ച് തന്നെ ഇരുന്നു. ഇവിടെ ചേർത്തലയിൽ വന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ അനിയനെ ഞാൻ വിളിച്ചു. അനിയനെ വിളിച്ചപ്പോൾ അനിയൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഒന്നും ആകാറായിട്ടില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം ഡോക്ടർ പറഞ്ഞു, ആൾ പഴയ പോലെ ഒന്നും ആകുന്നില്ലെങ്കിലും ജീവൻ സേഫായിട്ടുണ്ട്. ജീവൻ സേഫാണ്. ചിലപ്പോൾ ആൾ കിടപ്പിലായിരിക്കാം, ചിലപ്പോൾ ബോധമില്ലാത്ത അവസ്ഥയിലായിരിക്കാം, പക്ഷെ ആളുടെ ജീവൻ സേഫായിട്ടുണ്ട്. ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുകയായിരുന്നു. കാരണം അവിടുന്ന് നെയ്യാറ്റിൻകരയിൽ നിന്ന് കയറുമ്പോൾ ഇവിടെ വരെയും ജപമാല ചൊല്ലിയപ്പോൾ ചേട്ടൻ്റെ ജീവന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ യാചിച്ചത്. അത് പരിശുദ്ധ അമ്മയോടൊപ്പം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ മരണത്തിലേക്ക് പോയ എൻ്റെ ചേട്ടനെ വീണ്ടും ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇന്ന് 2 മാസം കഴിഞ്ഞു. ചേട്ടനിപ്പോൾ ജീവനോടെ ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം വരെയും ട്യൂബിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ട്യൂബെല്ലാം മാറ്റി. ആൾ വായിൽ കൂടി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. സംസാരിക്കാറായിട്ടില്ല, എങ്കിലും പതിയെ നമ്മൾ കാത് അടുപ്പിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സംസാരം പതിയെ കേൾക്കാം. പുറത്തേക്ക് അധികം വരുന്നില്ല, എങ്കിലും ആൾ നന്നായിട്ട് സന്തോഷമുണ്ട്. കാരണം ചേട്ടൻ ഞങ്ങളുടെ ഒപ്പം ഇന്നുണ്ട്. ഞാൻ വിശ്വസിക്കുകയാണ്, അന്ന് ഏകദേശം 4-5 മണിക്കൂറുകൾ ഉറക്കം വിളിച്ച് ബസ് യാത്രയിൽ ജപമാല ചൊല്ലി. ജപമാല മണികളിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് ഇന്ന് എൻ്റെ ചേട്ടൻ ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നത്.